സംസ്ഥാനത്ത് CPM-നും കോൺഗ്രസിനും ഭയപ്പാടുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. CPM-ഉം കോൺഗ്രസും രണ്ടല്ല ഒന്നാണ്. മുസ്ലിം വോട്ടുകൾ നേടുകയാണ് ഇവരുടെ ലക്ഷ്യം. കഴിഞ്ഞ 10 കൊല്ലം CPM-ഉം കോൺഗ്രസും ഒന്നായിരുന്നു. 2011 നേമത്ത് കോൺഗ്രസ് CPM-ന് വോട്ട് മറിച്ചു വന്നു. വി ശിവൻകുട്ടിയെ വിജയിപ്പിക്കാൻ കോൺഗ്രസ് ക്രോസ് വോട്ടിംഗ് നടത്തിയെന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പറഞ്ഞു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക അല്പം മുമ്പ് വരണാധികാരി അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യം കോൺഗ്രസും CPM-ഉം രണ്ടല്ല, ഇവർ BJP-യെ പരാജയപ്പെടുത്താൻ ഒന്നിക്കുന്ന സാഹചര്യം, അത് പ്രത്യേകിച്ച് നിയമമണ്ഡലത്തിൽ അത് നേരത്തെ കണ്ടതാണ്. വി ശിവൻകുട്ടിയെ വിജയിപ്പിക്കാൻ കോൺഗ്രസ് CPM-ന് വോട്ട് മറിച്ച് നൽകി ക്രോസ് വോട്ടിംഗ് നടത്തി എന്നുള്ളതാണ്. അപ്പോൾ BJP-യെ പരാജയപ്പെടുത്താൻ ഇവർ രണ്ടും ഒന്നിക്കുന്ന സാഹചര്യമുണ്ട്. അത് നേരത്തെയുമുണ്ട്, ഇപ്പോഴുമുണ്ട് എന്ന് തന്നെയല്ലേ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നത്. ശാലിനി, വിനോദ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതും ആ രീതിയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളാണ് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ BJP-യും CPM-ഉം തമ്മിൽ B ടീമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വോട്ട് മറിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണവുമായി രംഗത്തെത്തിയത്. പക്ഷേ അതിനെയൊക്കെ മറിച്ച് ഉള്ള ഒരു പ്രതികരണം ഇപ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് വരികയാണ്. തെളിവുകൾ നിരത്തി തന്നെയാണ് അദ്ദേഹം ആ ഒരു കൗണ്ടറിനെ, കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള കൗണ്ടറിന് മറുപടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. A ടീമും B ടീമും ഒക്കെ ഇടത് വലത് മുന്നണികളാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് BJP വിജയിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന പല മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ള ക്രോസ് വോട്ടിംഗ് അടക്കം നടന്നിട്ടുണ്ട്. മുൻപ് ശിവൻകുട്ടി മത്സരിക്കുന്ന സമയത്ത് അടക്കം അത് പ്രകടമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ 10 കൊല്ലം CPM കോൺഗ്രസും ഒന്നായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. BJP-യെ തോൽപ്പിക്കാൻ CPM-ഉം കോൺഗ്രസും ഒന്നിച്ചു വരികയാണ്. അപ്പോൾ ആരുടെ B ടീമാണ് ഉള്ളതെന്ന് ജനം തിരിച്ചറിയുകയുണ്ടായി. ജനത്തിനത് മനസ്സിലായിട്ടുണ്ട്. അത് വോട്ടുകളായി തവണ NDA അക്കൗണ്ടിലേക്ക് വരുമെന്നുള്ളതാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നത്. നേമത്ത് 2011 കോൺഗ്രസ് CPM-ന് വേണ്ടി വോട്ട് മറിച്ചു. അങ്ങനെയാണ് അവിടെ വി ശിവൻകുട്ടി വിജയിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ശിവൻകുട്ടി വിജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ വോട്ട് CPM-ന് നൽകി ക്രോസ് വോട്ടിംഗ് അവിടെ നടന്നു എന്നുള്ളതാണ്. ഇനിയുള്ള തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള ക്രോസ് വോട്ടിംഗ് പല മണ്ഡലങ്ങളിലും നടക്കാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. മഞ്ചേശ്വരം അടക്കമുള്ള മണ്ഡലങ്ങളെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു പ്രതികരണം ഇപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ B ടീം പ്രസ്താവനകൾക്ക് ഇടത് വലത് മുന്നണികൾ അവസാനിപ്പിക്കണം, വികസനത്തിൻ്റെ കാര്യങ്ങൾ മാത്രമായിരിക്കണം വരുന്ന ദിവസങ്ങളിലെങ്കിലും ചർച്ച ചെയ്യാൻ, ഇത്തരത്തിലുള്ള അനാവശ്യ ചർച്ചകളും വിവാദങ്ങളും ഒഴിവാക്കണം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നത്. അത് മാത്രമല്ല, ഈ B ടീം പ്രസ്താവന പറഞ്ഞ് മുസ്ലിം വോട്ടുകൾ പിടിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ CPM-ൻ്റെയും നേതാക്കന്മാർ നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം തുറന്നടിച്ചിട്ടുള്ളത്. എന്തായാലും നേമത്തെ സംബന്ധിച്ചിടത്തോളം NDA-ക്ക് അതൊരു A ക്ലാസ് മണ്ഡലമാണ്. പല ഘട്ടങ്ങളിലും NDA-ക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയൊരു സീറ്റ് കൂടിയാണ് ആ നിയമം. അതുകൊണ്ട് തന്നെ നിയമത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രധാനമായും ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം വോട്ടുകൾ പിടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJP വിജയിക്കാതിരിക്കാൻ വേണ്ടി CPM-ൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിച്ച് അവിടെ ഒരു ക്രോസ് വോട്ടിംഗ് സിസ്റ്റം നടക്കുന്നുണ്ട്. അത് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വിവാദങ്ങൾ ചർച്ച ചെയ്യാതെയുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറട്ടെ ഇത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മറുപടി കൊടുക്കുകയാണ്. കൂടാതെ തന്നെ ഈ സ്വത്ത് സമ്പാദനം അടക്കമുള്ള വിഷയങ്ങളിലും BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം 2008 മുതൽ കോൺഗ്രസ് നടത്തിയ ശ്രമമാണ് ഈ സ്വത്ത് സമ്പാദനം പറഞ്ഞുകൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. പല ഘട്ടങ്ങളിൽ പരാതി നൽകി. 2024 പറഞ്ഞ കാര്യം വീണ്ടും പുതിയ രീതിയിൽ ആവർത്തിക്കുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനം എന്നുള്ളതാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നത്. സ്വത്ത് വിവരത്തെ പറ്റി ചർച്ച ചെയ്യാൻ താൻ തയ്യാറാണ്. കൂടാതെ തന്നെ നുണപ്രചാരണങ്ങൾ ശരിയല്ല. പഴയ രീതി തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ഇറക്കേണ്ട, വിവാദങ്ങൾ ചർച്ച ചെയ്യാതെ വികസനം മാത്രം ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. തനിക്ക് സ്വത്തുണ്ട്, അത് കൃത്യമായി ടാക്സ് അടച്ചുകൊണ്ട് തന്നെയാണ് താൻ മുന്നോട്ട് പോകുന്നത്. അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്നോട് നേരിട്ട് ചോദിക്കാം എന്നുള്ളതാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നത്. പരാതി ഉണ്ടെങ്കിൽ അത് നേരിട്ട് വരാം. അങ്ങനെ പരാതി തന്നോട് നേരിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായ കണക്കുകൾ കോൺഗ്രസ് നേതാക്കന്മാർക്ക് നൽകാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് 200 കോടിയുടെ ആസ്തിയുണ്ട്, അതായത് വീടും മറ്റ് വിവരങ്ങളും അടക്കം മറച്ചു വെച്ചു തെരഞ്ഞെടുപ്പ് രേഖയിൽ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നേതാവ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതി അടിസ്ഥാനരഹിതമാണ് എന്ന് തുറന്നടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. BJP-യിലേക്ക് മുതിർന്ന
മുതിർന്ന നേതാക്കന്മാർ മറ്റ് പാർട്ടികളിൽ നിന്ന് എത്തുന്ന ആ ഒരു സ്വീകരണ ചടങ്ങും ഒപ്പം തന്നെ അവർക്ക് അംഗത്വം നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പ്രധാനമായി ക്രോസ് വോട്ടിങ്ങിനും ഒപ്പം തന്നെ ഈ സ്വത്ത് സമ്പാദനത്തിലും അദ്ദേഹം മറുപടി നൽകിയിട്ടുള്ളത്. വിനോദ്, വ്യക്തമാണ്. കോൺഗ്രസും CPM-ഉം രണ്ടല്ല, BJP-യെ പരാജയപ്പെടുത്താൻ അവർ ഒന്നിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. നേമത്ത് ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. നിലവിലുള്ള സാഹചര്യത്തിലും BJP-യെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും CPM-ഉം അത് ഒറ്റ ടീമായി പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.